ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ സത്യൻ സാറ് വർക്ക് ചെയ്ത ആ പോലീസ് സ്റ്റേഷൻ. ഫ്രണ്ടിലായിട്ട് കാണുന്ന ഇതാണ് അദ്ദേഹത്തിന്റെ വീട്. കാണുന്ന ഭാഗത്തായിരുന്നു ഉദയ സ്റ്റുഡിയോയുടെ ഏറ്റവും മുൻ ഭാഗം ഉണ്ടായിരുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ പഴയകാല ഒരു സൂപ്പർ സ്റ്റാറിന്റെ കുറച്ച് ഓർമ്മകളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മലയാള സിനിമയുടെ ശക്തനായ നടൻ, മലയാള സിനിമയുടെ മഹാനടൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്വന്തം സത്യൻ മാഷിന്റെ ഒരു വീഡിയോയുമായിട്ടാണ്. മലയാള സിനിമയുടെ പകരക്കാരനില്ലാത്ത അഭിനയ കുലപതിയാണ് അദ്ദേഹം. നാച്ചുറൽ ആക്ടിങ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ആക്ടിങ് ആണ് എല്ലാവരും പറയുന്നത്. അതേപോലെ അഭിനയിക്കുക. അദ്ദേഹം യഥാർത്ഥത്തിൽ അഭിനയിക്കുന്നതല്ല, ജീവിക്കുകയായിരുന്നു. അപ്പോൾ മലയാള സിനിമയുടെ പകരക്കാരനില്ലാത്ത സത്യൻ മാഷിന്റെ ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ വരാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ആ സംഭവം എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ ഇവിടെ NHന്റെ വർക്കുകളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മളിനി കാണാൻ പോകുന്നതാണ് സത്യൻ സാറ് ഇരുന്ന ആ ഒരു പഴയ പോലീസ് സ്റ്റേഷൻ. അതിൻ്റെ ഭാഗങ്ങളെന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ പൊളിഞ്ഞു പോയി. നമ്മുടെ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത സമയത്താണ് ഇത് പൊളിച്ചു മാറ്റിയത്. ബിൽഡിംഗ് ഇതാ ഇവിടെ ഇത്ര മാത്രം കാണുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നൊരു ശേഷിപ്പ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മയിലൂടെ കൊണ്ടുപോകാനുള്ളൂ. ബാക്കിയെല്ലാം തന്നെ പൊളിഞ്ഞു പോയി. അപ്പോൾ ഒരുപാട് പ്രാധാന്യമുള്ള സത്യൻ സാറിൻ്റെ സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ, സിനിമയിൽ സൂപ്പർ സ്റ്റാറൊക്കെ ആവുന്നതിന് മുന്നേ ജോലി ചെയ്ത സ്ഥലമാണ്. അന്നത്തെ സത്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവക്കാരനും ആ ഒരു ജോലിയോട് 100% നീതി പുലർത്തിയ ഒരാളുമാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അന്നത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. ഇന്നത്തെ പോലെ അല്ല. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ഒരുപാട് ശത്രുക്കളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ഒരു ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടമാണ്. മലയാള സിനിമയുടെ തന്നെ ഏറ്റവും നല്ല മഹാനടനായ സത്യൻ സാറിൻ്റെ ഓർമ്മകളെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം. അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ്. ഇന്നും ഒരുപാട് ചാനലുകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിന് മുന്നേ ഉള്ള പോലീസ് ജീവിതവും പലരും പറയാറുണ്ട്. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചത്. ഇന്ന് ഇതിൻ്റെ ഏകദേശം എല്ലാം തന്നെ പൂർണ്ണമായി തകർന്നൊരു നിലയിലാണുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തൊക്കെ ഈ സ്റ്റേഷൻ്റെ ഭാഗങ്ങളുണ്ടായിരുന്നതാണ്. ഇപ്പോൾ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ പോയി. പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന അവരുടെ പഴയ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതൊരു പക്ഷേ അവസാനത്തെ കാഴ്ചയായിരിക്കും. റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവസാന നിമിഷം ഇത് പൊളിക്കേണ്ടി വന്നു. 2021 വരെ 2022 വരെയൊക്കെ ഈ ഒരു കെട്ടിടം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ പുതിയ പോലീസ് സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. നമ്മൾ കുറച്ച് പുറകിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ കാട്ടിൻ്റെ അകത്തായിട്ട് ആ ഒരു ക്വാർട്ടേഴ്സിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം. എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. ഫ്രണ്ടിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാത്രമാണ് നശിച്ചു പോയത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അവർ ക്വാളിറ്റിയോടെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ താമസമൊന്നുമില്ല. ഒരു പക്ഷേ ഇതിലായിരിക്കും സത്യൻ സാർ അന്ന് താമസിച്ചിട്ടുണ്ടാവുക. പിന്നെ ഒരുപാട് കാട് പിടിച്ച് വലിയ മരങ്ങളൊക്കെ കിടക്കുന്നതിനെ കൊണ്ട് ഒന്നും വ്യക്തമല്ല അതിനകത്ത്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ നടന്ന സ്ഥലങ്ങളാണ്. ഇങ്ങനത്തെ ഒരു ചരിത്ര ഭൂമി തന്നെയാണ് പുന്നപ്ര എന്ന് പറയുമ്പം എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല എന്തെങ്കിലും പുന്നപ്രയെക്കുറിച്ച്. ഇത്രയ്ക്കും കേരള രാഷ്ട്രീയവുമായിട്ടൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴയിലെ പുന്നപ്ര. നമ്മളെ മുന്നിലായിട്ട് കാണുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതും കൂടെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതിനെക്കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തത്. കാരണം ഈ ഒരു വീഡിയോയിൽ ഇതും കൂടെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ഇനിയും കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം അദ്ദേഹം വർക്ക് ചെയ്ത സ്ഥലം. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഞാൻ കൂടുതൽ ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തായിരുന്നല്ലേ ഇതിനകത്തൊരു കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ കിടന്നുറങ്ങുന്ന സ്ഥലമാണ്. നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ സാറിന് ഇതിനകത്ത് കിടന്നിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിനും സത്യൻ സാറിനും തമ്മിൽ എന്തൊക്കെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിൽക്കാലത്ത് പിന്നെ സത്യൻ സാറ് അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇതാണ് ആലപ്പുഴയുടെ സ്റ്റുഡിയോ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഉദയ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന സ്ഥലം. ഇവിടുത്തെ വികസനങ്ങളൊക്കെ വന്ന് ഈ സ്ഥലമൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ പണ്ട് മലയാള സിനിമാ പ്രേമികൾ ഒരുപാട് തവണ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് നിന്നൊരു സ്ഥലമാണ്. അപ്പുറത്ത് കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടോ, അതാണ് ഉദയ സ്റ്റുഡിയോ ഇരുന്ന സ്ഥലം. അപ്പോൾ ആ ഭാഗത്ത്
ഇന്ന് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. മലയാള സിനിമ ചിത്രീകരിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇന്നത്തെ നടന്മാരിൽ വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമായിരിക്കും ഇവിടെ വന്ന് അഭിനയിച്ചിട്ടുണ്ടാവുക. നമ്മുടെ മമ്മൂട്ടിയും ലാലേട്ടനും ഒക്കെ ആ ഒരു ജനറേഷനിൽ വരുന്ന നടന്മാർ മാത്രമായിരിക്കാം ഇവിടെ ഈ ഉദയ സ്റ്റുഡിയോയുടെ ഭാഗമായിട്ട് അഭിനയിച്ച നടീ നടന്മാർ. അപ്പോൾ സത്യൻ സാറൊക്കെ ഒരുപാട് പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഉദയയുടെ കുഞ്ചാക്കോയുടെ സ്വന്തം സത്യൻ. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തിന് പാതിരാപ്പള്ളി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് സ്റ്റുഡിയോ ജംഗ്ഷൻ അല്ലെങ്കിൽ ഉദയ സ്റ്റുഡിയോ എന്നൊക്കെയാണ്. അവിടെ ഉദയ സ്റ്റുഡിയോയുടെ വലിയൊരു ഗേറ്റും അതേപോലെ തന്നെ ഒരു പൂവൻകോഴി ഇരിക്കുന്ന കണക്കുള്ള എന്തോ ഒരു ചിത്രമാണ് ഉണ്ടായിരുന്നത്. കറക്റ്റായിട്ട് ഉദയ സ്റ്റുഡിയോയുടെ ഗേറ്റ് വന്നിരുന്ന ഭാഗമാണ് നമ്മുടെ ഈ കിയ മോട്ടോഴ്സിൻ്റെ അവരാ ഷോറൂം ഇരിക്കുന്ന ഭാഗം. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ എന്തോ ഒരു ഗ്ലാസ് ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു ഷോറൂം ഇവിടെ വന്നിട്ട് ഏകദേശം 1 കൊല്ലം ആവുള്ളൂ. അതിന് മുന്നേ ഇത് മൊത്തം പൊളിച്ചടുക്കി തരിശു ഭൂമിയായിട്ട് ഇട്ടേക്കുമായിരുന്നു. ഇതിൻ്റെ ഓർമ്മകൾ മനസ്സിലുള്ളവർക്ക് എന്തോ ഒരു വിഷമം തന്നെയാണ്. കാരണം എന്നെന്നും നിലനിൽക്കേണ്ട ഒരു സാധനം ഒന്നുമില്ലാതെ വെറും മണ്ണായിട്ട് മാറിപ്പോയി എന്നുള്ളതാണ്. ഗവൺമെൻറ് പോലും ഏറ്റെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം, മലയാള സിനിമ ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടത് ഇവിടെ നിർമ്മിച്ച പടങ്ങളിലാണ്. ഇവിടെ നിന്നുമാണ് ഒരുപാട് നടീനടന്മാർ ഉണ്ടായത്. അതേപോലെ പ്രേംനസീർ സാറിനും സത്യൻ സാറിനും അതേപോലെ ഷീല, ശാരദ, അന്നത്തെ കാലത്തുള്ള ജയഭാരതി, എല്ലാ നടികൾക്കും ഇവിടെ പ്രത്യേകിച്ച് റൂമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മലയാള സിനിമയുടെ അതുല്യ സംഭാവനകൾ നൽകിയ നടീനടന്മാരുണ്ടായി വന്ന ഒരു സ്ഥലം കൂടിയാണ്. മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ ഒരുപാട് തവണ എടുത്തു പറയേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ സത്യൻ സാറിൻ്റെ ഓർമ്മകൾ ഈ ഒരു സ്ഥലം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ്, ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട്. ഗൈസ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ തിരുവനന്തപുരത്തുള്ള സത്യൻ സാറിൻ്റെ ആ പഴയ വീടിരുന്ന ഭാഗത്താണ്. ഇന്നും ആ ഒരു വീട് ഇവിടെ ഉണ്ട്. വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അത് രണ്ടാമത് മേടിച്ച ആൾ അത് നല്ലതുപോലെ കൊണ്ട് നടക്കുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ആ ഒരു നടനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹം ഇന്നും ആ ഒരു വീട് ഇതേപോലെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ആ ഒരു വീട്ടുപേര് പോലും അദ്ദേഹം മാറ്റാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ആ ഒരു പേര് അവിടെ കാണാൻ പറ്റും, സിത്താര എന്ന്. അദ്ദേഹം ഉള്ള സമയത്തേ ഉള്ളതാണ്. അവൾക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. മരിക്കാൻ നേരത്തും അവൾ അച്ഛനെ വിളിച്ചു. അവളെ പള്ളിക്കൂടത്തി ചേർത്തിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു വീട് രണ്ടായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇത് സത്യൻ സാറിൻ്റെ ആ ടൈമിലുള്ള ഒരു വീട്ടിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനുശേഷമുള്ള ഭാഗങ്ങൾ ഇങ്ങോട്ട് കാണാം. അതിൽ കൂടെ ചേർത്താണ് ബാക്കി ഭാഗങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടിലെത്തത് അതേ കണക്ക് നിർത്തിയിരിക്കുക, അതിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ വീട് തികച്ചും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇത് മേടിച്ച ഓണറൊന്നുമല്ല താമസിക്കുന്നത്, വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ വീട് പൂട്ടിക്കിടക്കുകയാണ് ഗേറ്റൊക്കെ. അതിനെക്കൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കയറുന്നില്ല. ജസ്റ്റ് പുറത്തുനിന്നുള്ള കാഴ്ചകളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ചർച്ച് ഉണ്ടല്ലോ, ട്രിവാൻഡ്രം മ്യൂസിയത്തുള്ള മത്തീർ മെമ്മോറിയൽ ചർച്ചാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം ഒരു 137 കൊല്ലം കൂടുതൽ പഴക്കമുള്ള ചർച്ചാണ്. അപ്പോൾ ഈ കാണുന്ന ആ ചർച്ചിൻ്റെ സെമിത്തേരിയിലാണ് നമ്മുടെ സത്യൻ മാഷ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹത്തിന് അടക്കിയിരിക്കുന്നത് ഇവരുടെ ഈ സെമിത്തേരിയിലാണ്. ഈ പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരെ ആയിട്ടാണ് ഈ സെമിത്തേരി ഉള്ളത്.
ഇതാ ഈ കാണുന്ന കവാടം വഴി അകത്തോട്ട് കയറി പോകുമ്പോൾ അവിടെ താഴെയായിട്ട് സെമിത്തേരി കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ നടന്ന് സെമിത്തേരിയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതില്ല പണ്ട് കാലത്തെ ആൾക്കാർ മരണപ്പെടുമ്പോൾ ഇതിലാണ് കൊണ്ടുവന്ന് ഈ സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്നത്. പഴയ ഒരുപാട് ഫിലിമുകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ നോക്കി നടക്കേണ്ട കാര്യമില്ല. സത്യൻ മാഷിനെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് ഇവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. സെൻറ്ററിലായിട്ട് കാണുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ വലിയ ഒരു ശവകുടീരം, ഈ കാണുന്ന ഇതിലാണ് സത്യൻ മാഷിനെ അടക്കം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് മിസ്റ്റർ എം സത്യൻ എന്ന് ഒരു കാലത്ത് മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു അതുല്യനായിട്ടുള്ള മഹാനടനാണ് സത്യൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശവകുടീരം ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ആ ഒരു വിഷമം ഉണ്ടാവും. അദ്ദേഹത്തിനെ ഇതിൽ കൊണ്ടുവന്നാണ് ഇവിടെ അടക്കം ചെയ്തത്. അപ്പോൾ അന്നത്തെ ആ ഒരു ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മളെ ട്രിവാൻഡ്രം മ്യൂസിയത്തിൻ്റെ അടുത്തുള്ള സത്യൻ സ്മാരക ഹാളിലാണ്. അപ്പോൾ ഇത് 1979 ഇവിടെ സ്ഥാപിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് അതിനകത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളിലെ പോസ്റ്ററുകളും സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സത്യൻ സ്മാരക ഹാളായിട്ട് ഉപയോഗിക്കുന്ന ഭാഗം. അപ്പോൾ ഇവിടെ കുറേ അദ്ദേഹത്തിൻ്റെ ഈ വരച്ച ചിത്രങ്ങളുണ്ട് കേട്ടോ. വലിയ വലിയ ഫ്രെയിമുകളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. സത്യൻ സാറിൻ്റെ സ്വന്തം നാടെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ആറാമട എന്ന് പറയുന്ന ഭാഗത്താണ് കുടുംബ വീടൊക്കെ ഉണ്ടായിരുന്നത്. വലിയ മഹാനടൻ്റെ പേരിലറിയപ്പെടുന്ന സത്യൻ സ്മാരകത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ എന്ന് പറയുന്നത് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതായിരുന്നു അദ്ദേഹം 1971 അവസാനമായിട്ട് അഭിനയിച്ച് തീർത്ത സിനിമ.